ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രീഡേഴ്സ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചാനലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നീ അങ്ങ് പറഞ്ഞു. നമ്മളിവിടെ കൃഷി നടത്തുന്നുണ്ട്, കോഴി വളർത്തുന്നുണ്ട്, പൂച്ച വളർത്തുന്നുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എന്താന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ഈ ചാനലിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഇതെല്ലാം കാണിക്കാം. ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ. അതുമല്ല, ഒരു പ്രത്യേക സാധനം വരെ ഉണ്ട് നമ്മളെ കയ്യിൽ, ഒരു കാക്ക കുഞ്ഞ്. അതിപ്പം ചാവോന്ന് അറിഞ്ഞൂടാ, അതിപ്പോ ഉണ്ട്. ഞങ്ങളെല്ലാ ജീവികളെയും ഇങ്ങനെ സംരക്ഷിച്ച് വളർത്തുന്ന ഒരു രണ്ടുപേരാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചങ്ങ് തെറിപ്പിക്കുക. അപ്പൊ നമ്മളെല്ലാം ഇനി കാണിക്കുന്നതിലേക്ക് കടന്നാലോ? ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നതിലേക്ക് ഇത് കൃഷി കാണിക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മളെ കൃഷി സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിനു മുമ്പായിട്ട് എന്റെയും അവന്റെ പേര് ഞാൻ പറഞ്ഞുതരാം, പരിചയപ്പെടുത്തരാം. എന്റെ പേര് സൽമാൻ എന്നാണ്, അവന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇപ്പൊ അവനാണ് ക്യാമറ പിടിക്കുന്നത്. നമ്മളപ്പം മാറി ആയിരിക്കും വീഡിയോ ചെയ്യുന്നത്. നമ്മളപ്പോ കൃഷി സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാണിക്കാം. ഞങ്ങളില് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ ക്യാപ്സിക്കം ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് ഞങ്ങളെ ഫാദേഴ്സും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായി ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്കത് ജമന്തി നമ്മൾ എന്തിനാ നട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ തേനീച്ച വരെന്ന് വെച്ചാൽ ബാക്കി ജീവികളൊന്നും ഇവിടെ ഒന്ന് ഇത് ആക്രമിക്കാതിരിക്കാൻ. നമ്മളെ തക്കാളിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ തക്കാളിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടാ ഗൈസ്. എല്ലായിടത്തും ഉണ്ട്. തക്കാളി ഉണ്ട്, കത്തിരിക്ക ഉണ്ട്, കുക്കുംബർ ഉണ്ട്, നമുക്ക് കുറെ സാധനങ്ങളുണ്ട്. എല്ലാം വഴിയെ പരിചയപ്പെടുത്തി തരാം. ക്യാപ്സിക്കം കണ്ട, ക്യാപ്സിക്കം എല്ലാം ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇവിടെ തന്നെ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ തക്കാളിയാണ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ വെണ്ടയ്ക്കുണ്ട്. നമുക്കപ്പൊ അപ്പുറ സൈഡിലോട്ട് പോവാം. അതാണ്ട് നമ്മളെ കോളിഫ്ലവർ ഉണ്ട്, നമുക്ക് ക്യാബേജ് ഉണ്ട്, കത്തിരിക്ക ഉണ്ട്. നമുക്കപ്പൊ കുറെ കാര്യങ്ങൾ. ഇവിടെ വാഴയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് മധുരക്കിഴങ്ങുണ്ട്. അപ്പം ഗായ്സ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. സമയം വീഡിയോക്ക് ലെങ്ത് കൂടും. നമ്മളപ്പോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറച്ച് വെണ്ടയ്ക്കകൾ കാണാം. വെണ്ടയ്ക്ക, പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇല്ല സാമ്പാറിടുന്ന സാധനമാണ്. പടവലം അത് തന്നെ. അപ്പൊ ഗായ്സ് നമുക്ക് പടവലം ഉണ്ട്. പിന്നെ നമ്മളെ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് കുക്കുംബർ ഉണ്ട്. കുക്കുംബർ കാണിച്ചുതരാം ഗായ്സ്. നാടെ ഇത് തറയിൽ പൊക്കി നിർത്തണം. ഇതിപ്പോ വളർന്നുകൊണ്ട് ഇതിങ്ങനെ വെച്ചേക്കുന്നത് വലിയൊരെണ്ണം ഒരു കുക്കുംബർ ഉണ്ട് നമുക്ക്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എത്ര പക്കികളാന്ന് നോക്കിയാ വന്നിരിക്കുന്ന. ഇതിനകത്തുള്ള ഈ പഞ്ഞ കൃമികളൊക്കെ ചത്തുപോകാൻ വേണ്ടി. അപ്പൊ ഗൈസ് നമുക്ക് നമ്മളെ ഇവിടെ ഇല്ല മറ്റേ കയ്പുള്ള സാധനമുണ്ട്, പാവയ്ക്ക. അതിന്റെ പേര് പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു പേരമരം നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഇനി നല്ല രീതിയിൽ ചെയ്യണം. അതിനുശേഷം ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ജാമ്പയ്ക്ക ഉണ്ട്. ഇവിടെയും കുറച്ച് മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. ജാമ്പയ്ക്ക, ലവലോലിക്ക, ഇലിമ്പിക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. നമുക്കപ്പോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന മൊത്തം പടർന്ന് പിടിക്കുന്ന കാര്യങ്ങളാണ്. അത് പാവയ്ക്കയാണ്. പിന്നെ പീച്ചിങ്ങ എന്ന് പറയുന്ന സാധനമുണ്ട്. അതൊക്കെ ഞങ്ങൾ വളവ് കഴിഞ്ഞതാണ്. പീച്ചിങ്ങയൊക്കെ തീർന്നു. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ അനിയൻ അടുത്തുണ്ട്. ഇതാണ് എന്റെ അനിയൻ, ദാവൂദ് എന്നാണ് പേര്. ഒരു ഹായ് ഇട്. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മള് പയർ സെക്ഷനാണ്. മൊത്തം പയർ. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ഒരു അടഞ്ഞുകൂടി കിടക്കുന്ന ഒരു മീനിന്റെ ഒരു ഏരിയയാണ്. അത് നമ്മൾ എന്തായാലും സെറ്റാക്കുന്നതായിരിക്കും ഒരു വീഡിയോയില്. അതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോ വല്ലതും കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി നേരെ കോഴിയിലേക്ക് കിടക്കാം. നമുക്ക് 2 കോഴിക്കൂടുകളാണ് ഉള്ളത്. ഇതിനകത്ത് വലിയൊരു 4 കോഴിയേ ഉള്ളൂ. കുറെ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാത്തിനെ കൊടുത്തിട്ട് ഇപ്പൊ ഒരു 4 കോഴിയുണ്ട്. ഒരു പൂവൻ കോഴി, 3 പിടക്കോഴിയാണ് നമുക്കുള്ളത്. നമുക്ക് ഇത് മുട്ട ഇട്ടോ നോക്കാം. ഇതിനകത്താണ് സാധാരണ മുട്ട ഇടുന്നത് ഗൈസ്. 2 മുട്ടയുണ്ട്. 2 മുട്ട നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് അടയായില്ല, അടയാവും ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ വളരെ വിഷമമായ ഒരു കാര്യമാണ് കൊച്ചു കോഴികളെന്ന് പറയുന്നത്. ആരും വളർത്തുന്നെങ്കിൽ നല്ല രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനെ പോലും കിട്ടാൻ പാടാണ്.
ഞങ്ങളെ ഒരു 40 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 40 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിപ്പോ വെറും 9 എണ്ണേ ഉള്ളൂ. ഡെയിലി ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഇവിടെ ഇപ്പൊ നമുക്കൊരു 9 കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്. നല്ല സ്നേഹമുള്ള ഒരു 9 എണ്ണമാണ്. കൈരളിയാണ്. നല്ല ഇണക്കമുള്ള നല്ല കുഞ്ഞുങ്ങളാ. പിന്നെ ഇപ്പൊ തീറ്റയൊക്കെ കൊടുത്തിട്ട് ഇരിക്കുന്നു. ഇനി വൈകിട്ട് കൊടുക്കണം. ഇതിനകത്തൊരു 40-45ഓളം കുഞ്ഞുങ്ങളുള്ളായിരുന്നു. ഇപ്പൊ ഒരു 9 എണ്ണേ ഉള്ളൂ. ഇനി മേടിച്ച് എല്ലാം സെറ്റ് ആക്കണം. കൂടൊക്കെ ഒന്നും എല്ലാം സെറ്റ് ആക്കണം. അപ്പം നമുക്ക് പിന്നെ നമ്മളെ പൂച്ചയിലേക്ക് കടക്കാം. അപ്പോ നമുക്കിനി പൂച്ചയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ള മീനിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്കിവിടെ കുറച്ച് ഗപ്പികളുണ്ട്. കാണണ്ടേ, ഇത് ഫുൾ ബ്ലാക്കും ഫുൾ റെഡും അല്ലേ? യെസ്. പിന്നെ ഇതൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ തോനെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മളെ ഫുൾ ബോഡി റെഡ് വന്നിട്ട് വൈറ്റ് ഡംബോയർ വരുന്നത് ഒരു ഇനമാണ്. ഇതിന്റെ പേര് എനിക്ക് അറിയാം, ഇപ്പൊ കറക്റ്റ് പറഞ്ഞു. ഇതൊക്കെ തോനെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ ഒക്കെ കൊടുത്തു. ഇതൊക്കെ 1 ലക്ഷം ഉണ്ടായിരുന്നു. ഇത് മിക്സഡ് അല്ലേ? ഇത് മിക്സ്ഡ് അല്ലേ? ഇത് ഇനമാണ്. പിന്നെ അതാണ് അപ്പുറത്ത് നമ്മളെ മറ്റേ കോയി. അതിന്റെ മറ്റേ പേര് എനിക്ക് പറഞ്ഞു. ഇതാ മറ്റേ കോയി ഉണ്ട് നമുക്ക്. അപ്പം ഇതാ ഇതിനകത്തൊന്നും ഇല്ല. വച്ചിതാ മീനൊക്കെ ഉണങ്ങി കിടപ്പുണ്ട് ഇവിടെ. ഇതിനകത്തൊക്കെ മീൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് അസോള നിറഞ്ഞ കിടപ്പുണ്ട് ഇപ്പൊ ഇവിടെ. അതാ ഈ അസോളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. മീനിന് നല്ലല്ലേ ഇത്? പക്ഷെ നമുക്ക് തീറ്റ എടുക്കും. ഇതിനകത്ത് ഗപ്പീസ് ഉണ്ട്. ഗോൾഡ് ആണോ ഇത്? ഇത് മിക്സ് ഒരുപാടുണ്ടായിരുന്നു. ആ 2 ഫൈറ്റർ ഉണ്ട് ഇതിൽ. പിന്നെ ഇത് ബ്രീഡിങ്ങിന് ഇട്ടാണ് ഞാൻ ഒന്ന്. ഇത് ഒരു ഡംബോയർ ആയിരുന്നു. അതിന്റെ കോലം നിങ്ങൾ കണ്ടാൻ പറ്റില്ല, ഞാൻ നോക്കാതെ. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും, മുമ്പ് ഈ ചാനല് നടത്തിയിരുന്നത് മീനിന് വേണ്ടിയായിരുന്നു. മീനുള്ള കുറെ ട്യൂട്ടോറിയൽ വേണ്ടി. അതായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതോ അപ്പുറത്ത് തൊടിയിൽ കുറച്ച് മീനുണ്ട്. അതും കൂടെ പോയി നോക്കിയിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ തൊടി. ഇതിന്റെ അകത്ത് കുറെ മീനെ കൊണ്ട് കുറച്ച് ഇട്ടായിരുന്നു. അതിപ്പം പെറ്റ് പെരുകിയതാ. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഓടുന്നതാണ്. ഒരു റെഡും കുറച്ചൊക്കെ ഉണ്ട്. എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത. ഇതാണ് നമ്മുടെ പുളിമരം. ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു 100 കിലോ പുളി എന്തോ കിട്ടി. അതിൽ കൂടുതൽ കിട്ടി. അപ്പൊ ഗൈസ് നമുക്ക് ഇനി നേരെ നമ്മളെ പൂച്ചയിലോട്ട് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇസക്കുട്ടി. ഇതിന് 2 മക്കളുണ്ട്. അത് അപ്പുറത്ത് കിടപ്പുണ്ട്. നാടൻ കുഞ്ഞുങ്ങളാണ്. നാടനും ഉണ്ട്. മുഖമൊക്കെ പക്ഷെ ഇതിന്റെ മുഖമുള്ളതുണ്ട്. ഇത് നല്ല ഇനം അല്ലേ? അപ്പൊ ഇതിന് അടുത്ത ബ്രീഡിങ് നമ്മള് ഏതിനമാണ് ഇത്? ഇനെ ഏതാന്ന് മറന്നുപോയി. അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മളെ മാവും എല്ലാം കാണിക്കുന്നതിനൊക്കെ. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ചീനികളൊക്കെ ഉണ്ട്. ചീനി നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നട്ടായിരുന്നു. ഇത് കിളിക്കുന്നേ ഉള്ളൂ. ഈ കൃഷിയുടെ കാര്യം എന്നാലും നമ്മളെ കുറച്ചൊക്കെ നോക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയോ? ഈ സാധനം ആണ് ഇത്തിള്. ഇത് നമ്മുടെ മാവിനെയൊക്കെ വന്ന് നശിപ്പിക്കും. ഞങ്ങൾ അന്ന് പിച്ചിയിട്ട ഈ മാവിൽ, ഇതാ ഇവിടത്തെ മാവിൽ ഞങ്ങളന്ന് എല്ലാം പിച്ചിയിട്ടേ. പിച്ചി കൂടെ ഉണ്ട്, അതെല്ലാം പിച്ചി കളയണം. ഇവിടെ ഇപ്പൊ 2 മാവുണ്ട്. ഇവിടെ നമുക്ക് എത്ര മാവുണ്ട് മൊത്തം? 5 എണ്ണോ 5 or 6 ഉണ്ട്. പിന്നെ ഇവിടെ വെറുതെ നിന്ന് കളിക്കുന്നുണ്ട്. ചുമ്മാ മതില് ചാരി വെച്ചപ്പോ കളിക്കുന്നു. ചുമ്മാ വെച്ചേക്കാണ് അവിടെ. അപ്പം നമുക്കിനി നമ്മളെ മാവൊക്കെ കാണാൻ പോകാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ ഇച്ചിരി ചീരകൾ നട്ടിട്ടുണ്ട്. ഇതിന്റെ മേളൊക്കെ വെട്ടിയെടുത്തേ. ഇവിടെ വലുതായിരുന്നു. ഇനിയും വളരുമായിരിക്കും. നമ്മള് തോരന് വേണ്ടി കൊടുത്തു. ഇനിതാ ഇവിടെ പാവക്ക ഉണ്ട്. പാവക്ക ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇച്ചിരി കരിഞ്ഞു പോയി. അത് വയസ്സായപ്പോ അത് കരിഞ്ഞു പോയി. അപ്പൊ ഇവിടെ ഒരു മാവുണ്ട്. ഇതിലെ മാങ്ങയുടെ ടേസ്റ്റിന്റെ മോനെ പഴുത്തായൊരു അപാര തീർച്ചയായും. പക്ഷെ എല്ലാം മണ്ടയിലാക്കി കളിക്കുന്നു. മണ്ടയിലും പിന്നെ റോട്ടിലൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട് നമുക്ക്. ഇത് പക്ഷെ ഇപ്പം മാങ്ങയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പൂവെല്ലാം പൊഴിഞ്ഞു പോയി. വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമുക്കപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പൊ എല്ലാരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം അടിച്ചങ്ങ് പൊട്ടിക്കുക. ഓക്കെ ഗൈസ്, ബൈ.